ഈശ്വരേ യത്നോ ദിഥ ആഭ്യന്തരോ ബഹിശ്ച ആദ്യഃ പഞ്ചധ സ്പൃഷ്ട ഈശസ്പൃഷ്ട ഈഷദ്വിവൃത വിവൃത സമൃദ്ധഭേദാത് തത്ര സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം ഈഷത്സ്പൃഷ്ടം അന്തസ്ഥാനാം ഈഷദ്വിവൃതം ഊഷ്മണാം വിവൃതം സ്വരാണാം ഹ്രസ്വസ്യ വർണ്ണസ്യ പ്രയോഗേ സമൃദ്ധം പ്രക്രിയാദിശായാം തു വിവൃതമേവ. ഇവിടെ യത്നത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് സാമാന്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ദ്വിധ രണ്ടു തരത്തിലുണ്ട്, ആഭ്യന്തരവും ബാഹ്യവും. ആഭ്യന്തര യത്നവും ബാഹ്യയത്നവും. അതിന് ആദ്യത്തത് പഞ്ചധ, 5 തരത്തിലുണ്ട്. ആഭ്യന്തര പ്രയത്നം, അത് ആഭ്യന്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. 5 തരത്തിലുണ്ട്. ഏതൊക്കെ? സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷദ്വിവൃതം, വിവൃതം, സമൃദ്ധം. അതിൽ അവസാനത്തെ സമൃദ്ധം നമുക്ക് ആവശ്യമുള്ളതല്ല. നമുക്കിവിടെ ആവശ്യം വരുന്ന ഏതൊക്കെയാണ്? സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷദ്വിവൃതം, വിവൃതം. ഈ 4 നമ്മൾ മനസ്സിലാക്കണം. അതിന് ആദ്യം പറയുന്നു സ്പൃഷ്ടം പ്രയത്നം സ്പർശാന. ഇതിന്റെ അർത്ഥം എന്താണ്? സ്പർശങ്ങളുടെ പ്രയത്നമാണ് സ്പൃഷ്ടം. നേരത്തെ യത്നം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന പ്രയത്നം എന്നാണ്. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. എന്നാലും പ്രയത്നത്തിന് പറയുമ്പോൾ പ്രകൃഷ്ടമായ യത്നമെന്ന് പറയാം. ബാഹ്യപ്രയത്നത്തെക്കാൾ കുറച്ചുകൂടി പ്രകൃഷ്ടത അല്ലെങ്കിൽ ശ്രേഷ്ഠതയുണ്ട് ആഭ്യന്തര പ്രയത്നത്തിന്. ആഭ്യന്തര പ്രയത്നത്തിന് ശ്രേഷ്ഠത വരുന്നു. എന്തുകൊണ്ടാണ്? അതാണ് വർണ്ണ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട്. പക്ഷെ യത്നമെന്ന് പറഞ്ഞാലും പ്രയത്നമെന്ന് പറഞ്ഞാലും ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഒരു വിശേഷത പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കതെങ്ങനെയാണോ മനസ്സിലാക്കാം, യത്നമെന്നോ പ്രയത്നമെന്നോ. കാരണം ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്ന പോലെയാണ് ബാഹ്യപ്രയത്നമെന്നും പറയും. ശബ്ദം രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഓരോന്നെല്ലാം പറയും. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സ്പർശങ്ങളുടെ പ്രയത്നത്തിന്റെ പേരാണ്, ഒരു സംജ്ഞയാണ് സ്പൃഷ്ടം. പണി എല്ലായിടത്തും സംജ്ഞയല്ല ഉപയോഗിക്കുന്നു. ഇത് പ്രയത്നത്തിന്റെ സംജ്ഞയാണ് സ്പൃഷ്ടം. അപ്പൊ അതില്
ആ സ്പൃഷ്ടം, ആ പ്രയത്നം, സ്പൃഷ്ടം എന്നുള്ള പ്രയത്നം എന്താണെന്ന്, ഏതിനാണെന്ന് എല്ലാം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ സ്പർശം എന്താണെന്ന് അറിയണം. സ്പർശം എന്താണെന്നറിയാതെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് ആദ്യം പഠിച്ചത്. ഇവിടുത്തെ ക്രമം അനുസരിച്ചല്ല, നമ്മൾ ഈ ക്രമം മാറ്റിയാണ് പഠിച്ചത്. എങ്ങനെ? കാതയോ മാവസാന സ്പർശാഹ മുമ്പേ പഠിച്ചു കഴിഞ്ഞു. കാ തുടങ്ങി മാ അവസാനം വരെ, മാ വരെ ഉള്ളത്. അത് പറഞ്ഞു അങ്ങനെ അക്ഷരമാല ക്രമമനുസരിച്ച് കാ തുടങ്ങി മാ വരെയുള്ളതിന് പാണിനി കൊടുത്ത ഒരു സംജ്ഞ പേരാണ് സ്പർശം. അപ്പൊ സ്പർശങ്ങളുടെ പ്രയത്നം സ്പൃഷ്ടം എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കും? കാ തുടങ്ങി മാ വരെ ഉള്ളതിന്റെ പ്രയത്നത്തിന്റെ പേരാണ് സ്പൃഷ്ടം എന്ന് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താണ്? കാതയോ അവസാന സ്പർശാഹ തത്ര സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം. ആ ക്രമത്തിൽ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഇത് സ്പർശങ്ങളുടെ പ്രയത്നം സ്പൃഷ്ടം എന്ന് പറയുക എന്ന എന്താണെന്ന് സ്പർശം എന്ന് പറയാതിരിക്കുക. അപ്പൊ അത് പിന്നെ നമ്മൾ കുറെ മുമ്പോട്ട് പോയി കണ്ടുപിടിക്കുന്നു. അത് ഒഴിവാക്കാനാണ് അത് ആദ്യം പറഞ്ഞത്. അപ്പോ എന്തായി ഇവിടെ നിന്ന് മനസ്സിലാക്കും? സ്പർശാനാം, അതിന്റെ ഷഷ്ടിയാണ്. സ്പർശങ്ങളുടെ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തിന്? തുല്യാസ്യ പ്രയത്നം സവർണം. ഈ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇത് ശരിയിരിക്കുന്നത്. വ്യാകരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ആ സൂത്രത്തിന്റെ അർത്ഥം ഇതൊന്നും കൂടാതെ മനസ്സിലാക്കുന്ന വിദ്യയും അവസാനം പറയാം. അതുകൊണ്ട് ഇതൊരാൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ പ്രയാസമൊന്നും വരത്തില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ നല്ലത്. ഇപ്പൊ സ്പർശങ്ങളുടെ പ്രയത്നമാണ് സ്പൃഷ്ടം. സ്പർശങ്ങളെന്ന് പറഞ്ഞാൽ ക മുതൽ മാ വരെയുള്ള വർണ്ണമാലയിലുള്ള അക്ഷരങ്ങൾ. ഈ സ്പൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ വാക്കുള്ളിലാണ് പ്രധാനമായ സ്ഥാനങ്ങൾ, വർണ്ണത്തിന്റെ അഭിവ്യക്തി സ്ഥാനങ്ങൾ. ഈ സ്ഥാനങ്ങളെല്ലാം നമ്മുടെ നാക്ക് സ്പർശിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും സ്പർശിക്കാൻ പറ്റുമോ? കാരണം നാവിന്റെ തുമ്പ് കൊണ്ട് സ്പർശിക്കാൻ പറ്റൂ. നാവെന്ന് പറയുമ്പോൾ നീണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ ചുവടുകൊണ്ട് എവിടെയെങ്കിലും സ്പർശിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. അത് പാണിനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നാവിന്റെ അഗ്രം, ഉപാഗ്രം എന്നുവെച്ചാൽ അതിന്റെ തൊട്ടു മുമ്പുള്ള ഭാഗം, മധ്യം, അതിന്റെ ചുവട്, മൂലം. ഇവിടെയൊക്കെ ഒന്നുകിൽ സ്പർശനം നടക്കുകയാണെങ്കിൽ ഒരു ചലനം സംഭവിക്കും വർണ്ണം പ്രകടമാകുമ്പോൾ. അതിൽ നാവിന്റെ അഗ്രമാണെങ്കിലോ സ്പർശിക്കും ചിലയിടത്തൊക്കെ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് പോകും, ആ സ്ഥാനങ്ങളുടെ അടുത്തേക്ക് പോകും. ഇവിടെ സ്പൃഷ്ടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്യക് സ്പൃശതി. യഥാ ജിഹ്വ അവയവാഹ സ്ഥാനാനി സമ്യക് സ്പൃശതി തഥാ സ്പൃഷ്ടം എന്ന് പറയും. നാക്കിന്റെ അവയവങ്ങൾ
ആ അഭിവ്യക്തി സ്ഥാനങ്ങളെ എപ്പോഴാണോ ശരിക്കും സ്പർശിക്കുന്നത് അതിനെ സ്പൃഷ്ടമെന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്ന വർണ്ണമാലയിലുള്ള അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആ വർണ്ണം പ്രകടമാകുന്ന ആ സ്ഥാനത്തെ ഒന്ന് സ്പർശിക്കും. ഇതൊരു യത്നമാണല്ലോ. നാക്ക് ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യത്നമാണ്, പ്രയത്നം, അധ്വാനം, എഫർട്ട് അതവിടെ നടക്കുന്നുണ്ട്. അതിനെന്തു പറയും? സ്പൃഷ്ടം എന്ന് പറയും. അതിന്റെ പേരാണ്. പ്രവൃത്തിക്കൊരു പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ ഈ നാക്കിന്റെ പ്രവർത്തനമുണ്ട്, മുമ്പ് പറഞ്ഞ പോലെ പ്രാണന്റെ പ്രവർത്തനമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ സ്ഥാനങ്ങളെന്ന് പറയുന്ന വാക്കുള്ളിലുള്ള മസിലുകളാണ്, അതിന്റെ പ്രവർത്തനമുണ്ട്. ഇവിടെ നാക്കിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. പലതും അവിടെ സംഭവിക്കുന്നുണ്ട്, പല പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ഇപ്പൊ ക എന്നുള്ളത്, ച എന്നുള്ളത്, ഇതൊക്കെയാണല്ലോ വർണ്ണമാലയിലെ അക്ഷരങ്ങൾ. അത് ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം നാക്ക് എവിടെയൊക്കെ പോയി മുട്ടുന്നുണ്ട്. ച നാക്ക് എവിടെ മുട്ടുന്നില്ലേ? ഈച്ചു യശാനാം താലു കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് പോയി മുട്ടുന്ന ആ പല്ലിന്റെ പിറകിലുള്ള സ്ഥാനങ്ങൾ താലു. അപ്പൊ അവിടെ എന്തൊക്കെയാണോ ഉള്ളിൽ നടക്കുന്നത് അതിനെല്ലാം കൂടെ ചേർത്തൊരു പേര് കൊടുത്തിരിക്കുകയാണ് സ്പൃഷ്ടം. അപ്പോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ പേര് കൊടുത്തിരിക്കുന്നത് പാണിനി അല്ലെങ്കിൽ പൂർവാചാര്യന്മാർ നേരത്തെ പോലെ വർണ്ണങ്ങൾക്കല്ല. ആ വർണ്ണങ്ങൾ അഭിവ്യക്തമാകുന്നതിന് വേണ്ടി വായ്ക്കുള്ളിൽ നടക്കുന്ന ആ പ്രയത്നത്തിനാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു എന്താണ്? കാതയോ മാവസാന സ്പർശാഹ. അതുകൊണ്ട് കാ തുടങ്ങി മാ വരെയുള്ള വർണ്ണങ്ങൾക്കും സ്പർശം എന്ന് പേര് കിട്ടി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പരസ്പര ബന്ധം. അതായത് കാ തുടങ്ങി മാ വരെയുള്ള ശബ്ദങ്ങളെ ഉച്ചരിക്കുന്നതിനുള്ള ആ പ്രയത്നത്തിന് സ്പൃഷ്ടം എന്ന് പേര് കിട്ടിയതുകൊണ്ട് ഈ വർണ്ണങ്ങളെയും നമുക്ക് സ്പൃഷ്ടങ്ങളെന്നും പറയാം, സ്പർശങ്ങളെന്നും പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങോട്ട് ഈ സൂത്രം വിശദമായി പഠിക്കുകയാണെങ്കിൽ, അത് ആദ്യമേ പറഞ്ഞു, വിശദമായി പഠിക്കുന്നവരാണെങ്കിൽ അറിഞ്ഞിരിക്കണം സ്പൃഷ്ടങ്ങൾ ഏതാണ്, കാ തുടങ്ങി മാ വരെയുള്ള വർണ്ണങ്ങളാണ്. അതിന്റെ പ്രയത്നം അറിഞ്ഞിരിക്കണം. അതതിന്റെ പ്രയത്നമാണ്, അത് തന്നെ അതിന് പേരുമാണ്. അത് വർണ്ണങ്ങൾക്ക് പേരുമാവും, പ്രയത്നത്തിന്റെ പേരുമാവും. പക്ഷെ ഇവിടെ പാണിനി ശിക്ഷയിൽ ഈ പേര് പറഞ്ഞിരിക്കുന്നത് പ്രയത്നത്തിനാണ്. പക്ഷെ നമ്മളത് വർണ്ണങ്ങൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് സ്പൃഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്പർശങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? കാ തുടങ്ങി മാ വരെയുള്ള വർണ്ണങ്ങളെന്ന് പറയണം, അറിഞ്ഞിരിക്കുന്നു. ഈശസ്പൃഷ്ടം അന്തസ്ഥാനാം. അടുത്ത് പറയുന്നു, സ്പൃഷ്ടം മനസ്സിലായാൽ ഈശസ്പൃഷ്ടം പേരിൽ നിന്ന് തന്നെ, ഈശത് എന്ന് വെച്ചാൽ ചെറുതായിട്ട് അല്പം സ്പർശിക്കുന്നു. ജിഹ്വാഗ്ര ഉപാഗ്ര മധ്യമ മൂലാഹ യഥാ വർണ്ണ അഭിവ്യക്തി സ്ഥാനാന.
ഈഷത് സ്പർശനം കുർവന്തി തദാ തസ്യ പ്രയത്നസ്യ നാമ ഈഷസ്പൃഷ്ടം. എന്നുവെച്ചാൽ ഈ നാക്കിന്റെ ഭാഗങ്ങൾ എപ്പോഴാണോ വർണ്ണ അഭിവ്യക്തി സ്ഥാനങ്ങളെ ചെറുതായിട്ടൊന്ന് സ്പർശിക്കുന്നത്, അപ്പോൾ അവിടെ സംഭവിക്കുന്ന ആ പ്രയത്നത്തിന്റെ പേരാണ് ഈഷസ്പൃഷ്ടം. ഇതും എന്താണ്? പ്രയത്നം ഈഷസ്പൃഷ്ടമാണ്, പ്രയത്നത്തിന്റെ പേരാണ്. പക്ഷെ അതേതിനാണ്? അന്തസ്ഥാനം, അന്തസ്ഥങ്ങൾക്കാണ്. ഇവിടെ ഈ അന്തസ്ഥം എന്താണെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചത്. എന്താണ്? എണോ അന്തസ്ഥാഹ. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അന്തസ്ഥങ്ങൾ എന്ന് പറയുന്ന എണ്ണാണ്. എണ്ണറിയാം. യാ വാ രാ ല, വരട്ട്, അല്ല യാ തുടങ്ങി ലണ്ണ് വരെയുള്ളതാണ് എണ്ണ്. അപ്പോൾ എണ്ണിന്റെ പേരാണ് അന്തസ്ഥങ്ങൾ. ഈ പേരുകളെല്ലാം പ്രാചീന ആചാര്യന്മാർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് പാണിനി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനും എന്ന് പറഞ്ഞാൽ ആ ശബ്ദങ്ങൾ യാ വാ രാ എന്നൊക്കെ ഉച്ചരിക്കുമ്പോഴും ചെറിയൊരു നാക്കിന്റെ ഒരു സ്പർശം നടക്കുന്നുണ്ട്. ഉദാഹരണം ര ര ര്. അവിടെ നാക്ക് ചെറുതായിട്ടും തൊടുന്നില്ലേ? നാക്കിനോട് ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട്. ഒരു ഈശസ്പർശനം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രയത്നം സംഭവിക്കും. ആ പ്രയത്നത്തിന് പാണിന് പറയും ഈശസ്പൃഷ്ടം. യഥാ ഈശസ്പൃശതി തഥാ ഈശസ്പൃഷ്ടം എന്നാണ്. അപ്പൊ അത് ഇവിടെ മനസ്സിലാക്കണമെന്നാണ്. അന്തസ്ഥങ്ങളെന്ന് പറഞ്ഞാൽ എണ്ണാണ്. എണ്ണിന്റെ ആഭ്യന്തര പ്രയത്നമാണ്. അതിന്റെ സംജ്ഞ പേരാണ് ഈശസ്പൃഷ്ടം. നമുക്ക് എണ്ണിനും ആ പേരിനും ഉപയോഗിക്കാം. എന്താണ്? ഈശസ്പൃഷ്ടങ്ങൾ ആണ് അന്തസ്ഥങ്ങളെന്ന് പറയാം. അന്തസ്ഥങ്ങൾക്ക് അങ്ങനെ ഒരു പേരും പറയാം. അടുത്ത് പറയുന്നു ഈഷത് വിവൃതം ഊഷ്മണ. ഊഷ്മക്കളുടെ, ഊഷ്മാക്കളെന്ന് മലയാളത്തിൽ പറയും. സംസ്കൃതത്തിൽ പറയുമ്പോൾ ഊഷ്മണ, ഊഷ്മ എന്ന് പറയും. ഷഷ്ടിയിൽ ഊഷ്മണ എന്നാണ് പറയുന്നത്. ഊഷ്മാണ എന്ന് ദീർഘമില്ല, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. മലയാളത്തിൽ നമ്മൾ ഊഷ്മാക്കളെന്ന് പറയും. ഊഷ്മ, ഊഷ്മാണോ, ഊഷ്മാണ, ഊഷ്മാണം, ഊഷ്മാണു, ഊഷ്മണ, ഊഷ്മണ, ഊഷ്മണേ, ഊഷ്മണ, ഊഷ്മണ, ഊഷ്മണോ, ഊഷ്മണാം. അങ്ങനെയാ പോകുന്നു. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ ഊഷ്മാക്കൾ നീട്ടി പറയും. ആ ഊഷ്മാക്കളുടെ പ്രയത്നം എന്താണ്? അതിലിപ്പോ പറഞ്ഞത് അതെ, ഈഷത് വിവൃതം. എന്താ? ഈഷത് വിവൃതം, അതാണ് ഇനി പറയേണ്ടത്. വിവൃതം സ്വരാണ്. ആദ്യ സ്വരം നോക്കാം, പിന്നെ അതിൽ ഈഷത് വിവൃതം നോക്കുന്നു. വിവൃതം സ്വരാണാം. സ്വരങ്ങളുടെ പ്രയത്നം എന്താണ്? വിവൃതം. വിവൃതം എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാക്കിന്റെ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം ആ വർണ്ണം ഉച്ചരിക്കുന്ന സ്ഥാനത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ വിദൂരവർത്തനം, അതാണ് വിവൃതം.
ദൂരെ വൃത്തിത അല്ലെങ്കിൽ ദൂരവർത്തനം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? വിവൃതം എന്ന് പറയും. സ്വരാണാം ഉച്ചരിച്ചു നോക്കുക. ആ വായു തുറക്കുന്നു, നാവ് താഴേക്ക് അങ്ങ് പതിഞ്ഞിരിക്കുന്നു. ആ ഈ ആ സ്ഥാനത്തിൽ നിന്ന് അത് അകന്നാ നിൽക്കുന്നത്, വർണ്ണാഭിവ്യക്തി സ്ഥാനങ്ങളിൽ നിന്ന്. നേരത്തെ പറയുന്ന പോലെ ഛ എന്നൊക്കെ പറയുന്ന പോലെ ഒരിടത്ത് പോയി ഇടിക്കുന്നില്ല. അവിടെ വിവൃത്തത, നാക്ക് സ്ഥാനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. യഥാ ദൂരെ വൃത്തിത, എപ്പോഴാണോ ആ സ്ഥാനങ്ങൾക്ക് ദൂരത്തിൽ വൃത്തിത്വം സംഭവിക്കുന്നു, ദൂരത്തിൽ അത് നിലനിൽക്കുന്നത്. ഇതൊക്കെ ഒരു സാമാന്യമായി പറയുകയാണ്. അപ്പൊ അതിനെ വിവൃതം എന്ന് പറയും. ശരി, വിവൃതം ഏത് വർണ്ണങ്ങളുടെ പ്രയത്നമാണ്? സ്വരാണാം അവിടെ പറയുന്നു. അപ്പൊ സ്വരം എന്താണെന്നറിയണം. അതിന് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അച്ചസ്വരാഹ, അച്ഛനെയാണ് സ്വരങ്ങളെന്ന് പറയുന്നത്. അച്ഛ അതിനു മുമ്പേ പഠിച്ചു. അച്ഛന്ന് പറയുന്ന ആദിരന്ത്യേന സഹേത അതിൽ നിന്ന് പഠിച്ചു. സ്വരം, അച്ഛന് സ്വരം എന്നുള്ള ഇവിടെ പഠിച്ചു, ശിക്ഷയിൽ നിന്ന് പഠിച്ചു. ആ സ്വരങ്ങൾക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വിവൃതം എന്ന് പറയുന്ന പേര് പറയുന്നത്. അപ്പൊ സ്വരങ്ങൾക്ക് നമുക്ക് വെറുതെയൊന്നും പറയാം. വാസ്തവത്തിൽ ആ വിവൃതം എന്ന് പറയുന്ന പേര് പ്രയത്നത്തിനാണ്. സ്വരങ്ങൾ ആ ഈ ഊ ഇതെല്ലാം ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സംഭവിക്കുന്ന ആ പ്രയത്നം, മൊത്തത്തിൽ സംഭവിക്കുന്ന പ്രയത്നം, ആ പ്രയത്നം ഉണ്ടായാലേ ആ വർണ്ണം പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആഭ്യന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സ്വരങ്ങളുടെ പ്രയത്നത്തിന്റെ പേരാണ് വിവൃതം. ഇനി വിവൃതത്തിലൊരു ചെറിയ ഭേദഗതി വരുത്തുകയാണ്. ഇതിനൊന്നും അത്ര വലിയ കൃത്യതയൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. അതാണ് ഈഷത് വിവൃതം. വിവൃതം എന്ന് പറഞ്ഞാൽ അകന്നിരിക്കുക. ഈഷത് വിവൃതം എന്ന് വെച്ചാൽ അത്രയും അകന്നിരിക്കാതിരിക്കുക. യഥാ ഈഷത് വൃത്തിത, എന്തുമായിട്ട്? നാക്കിന് സ്ഥാനങ്ങളുമായിട്ട്. നാക്ക് അത്രയും അകലുന്നില്ല ഊഷ്മാക്കൾ ഉച്ചരിക്കുമ്പോൾ. എന്നാൽ അത്രയും അടുക്കുന്നുണ്ടോ? അതുമില്ല. ഊഷ്മാക്കളുടെ ആഭ്യന്തര പ്രയത്നമാണ് ഈഷത് വിവൃതം. ഊഷ്മാക്കൾ എന്താണ്? അതും നമ്മൾ മുമ്പ് പഠിച്ചു. ശല ഊഷ്മാണഹ, ശല്ലിന്റെ പേരാണ് ഊഷ്മ. ശാഹ എന്നൊക്കെ ഉച്ചരിക്കുമ്പോ അങ്ങ് ചേരുന്നുമില്ല, എന്നാൽ വളരെ ദൂരെയുണ്ട്. ആ പോലെയല്ല എന്ന് പറയുന്നത്. കുറച്ചകന്നിരിക്കുന്നു നാക്ക് സ്ഥാനങ്ങളിൽ നിന്ന്. സ ഹ എന്നൊക്കെ ഉച്ചരിക്കുമ്പോ ഒരു അകൽച്ച പാലിക്കുന്നു. എന്നാൽ അത് ശരിയായ ഒരു അകൽച്ചയാണോ? അല്ല. അതിൽ പിന്നെ ഓരോന്നിനും അല്പസ്വല്പ വ്യത്യാസം വരും സ്ഥാനമനുസരിച്ച്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ സ്ഥാനവും നോക്കണം. അതുകൊണ്ടാണ് അതിൽ തന്നെ വ്യത്യാസം വരുന്നത് സ്ഥാനഭേദം കൊണ്ടാണ്. കാരണം ഈ എല്ലാ വർണ്ണങ്ങളുടെയും സ്ഥാനമൊന്നല്ല. അകുഹ വിസർജനീയാന കണ്ഠ എന്നുള്ള ഹായുടെ സ്ഥാനം കണ്ഠമാണ്. സ്ഥാനം താലു, സായുടെ സ്ഥാനം താലുവാണ്. ആ സ്ഥാനങ്ങളിൽ നിന്നുള്ള അകൽച്ച എന്ന് പറയുമ്പോൾ ഒരുപോലെ ആയിരിക്കില്ല നാക്കിന്റെ അകൽച്ച. കാരണം ഈ സ്ഥാനങ്ങളെല്ലാം വേറെ വേറെയാണ്. ലസാന ദന്ത, സായുടെ സ്ഥാനം ദന്തമാണ്. അതിൽ നിന്ന് അകലുക എന്ന് പറയുമ്പം കണ്ഠത്തിൽ നിന്ന് അകലും പോലെയാണോ, മൂർധാവിൽ നിന്ന് അകലുന്നത് പോലെയാണോ? ഒന്നുമല്ലല്ലോ. ആ ഒരു വ്യത്യാസം വരും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കാൻ. പക്ഷെ മൊത്തത്തിൽ പറയണം. ആണ് പറഞ്ഞത് സാമാന്യമായി പറയുകയാണ്.
ഈഷത് വർധന എപ്പോഴാണോ സംഭവിക്കുന്നത്, ചെറിയൊരു അകൽച്ച നാവിൽ, അപ്പൊ അതിനെന്ത് പറയും? ഈഷത് വിവൃതം ഊഷ്മണ, ചല ഊഷ്മണ. അപ്പൊ ശാഷ സാഹ എന്നുള്ള വർണ്ണങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന ആ പ്രയത്നത്തിന്റെ പേരാണ് ഈഷത് വിവൃതം. നമ്മൾ വർണ്ണങ്ങളെയും നമുക്ക് പറയാം എന്താണ്? ഈഷത് വിവൃതങ്ങളാണ് ചല് എന്ന് പറയാം. അപ്പൊ ഈ 4 പ്രയത്നങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്പൃഷ്ടം ഈഷസ്പൃഷ്ടം, വിവൃതം ഈഷത് വിവൃതം. ഇനി അടുത്ത് വരുന്നത് എന്താണ്? സംവൃതം. അതിവിടെ ഉപയോഗമുള്ളതല്ല. എന്ന് പറയുന്നു ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗേ സംവൃതം. വൈയാകരണന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയ്ക്ക് മുഖ്യമായിട്ട് രണ്ടവസ്ഥയുണ്ട്, രണ്ടവസ്ഥ. ഒന്നിനെ പറയുന്നത് പ്രക്രിയാവസ്ഥ, മറ്റൊന്നിനെ പറയുന്നത് പരിനിഷ്ഠിതാവസ്ഥ. രാമഃ ഗ്രാമം ഗച്ഛതി എന്ന് പറയുന്നു. ഇതെന്താണ്? ശബ്ദത്തിന്റെ പരിനിഷ്ഠിതമായ അവസ്ഥയാണ്. രാമഃ ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞാൽ അവിടെ ഇനി നമുക്ക് വ്യാകരണ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഈ വ്യാകരണ നിയമങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ രാമഃ ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. രാമഃ എന്ന് പറയുന്നത് പ്രഥമപുരുഷ ഏകവചനാണ്, അത് കർത്താവാണ്. ഗ്രാമം എന്ന് പറയുന്നത് ദ്വിതീയ ഏകവചനമാണ്, കർമ്മമാണ്. ഗച്ഛതി ഗമധാതുവിൽ നിന്ന് ലട്ട് പ്രഥമപുരുഷ ഏകവചനാണ്. ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വ്യവഹാരത്തില് ഈ ഒരു കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ല. ഒരാൾ പറഞ്ഞാൽ ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ കേൾക്കുന്നവർ കാര്യം മനസ്സിലാവും, ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷോക്കടിക്കും പോലെയാണ്. ഭാഷ കേൾക്കുന്നു, അർത്ഥം മനസ്സിലാകുന്നു. പക്ഷെ വൈയാകരണെ സംബന്ധിച്ച് അങ്ങനെയല്ല. രാമഃ എന്ന് പറഞ്ഞാൽ അവൻ ചിന്തിക്കും രമധാതുവിൽ നിന്ന് കർണാധികരണ യോശ്ച എന്നുള്ള സൂത്രപ്രകാരം ഖഞ്ഞ് പ്രത്യേകം വന്നു, അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ രമു വന്നു, പിന്നെ അത് രാമായി, അവിടെ നിന്ന് സുപ്രത്യേകം വന്നു, അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഒരു 100 സൂത്രങ്ങൾ വന്നാലേ രാമഃ എന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. ഗ്രാമവും അതുപോലെ തന്നെ, ഗച്ഛതി അതുപോലെ തന്നെ. അപ്പോ അത് രമ് എന്ന് പറയുന്നിടത്ത് തുടങ്ങി രാമഃ വരെ വൈയാകരണം എത്തിക്കുന്ന ഈ കാലയളവിനെ എന്ന് പറയുന്നത് പ്രക്രിയാവസ്ഥ. രാമഃ എന്ന് എത്തിക്കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? പരിനിഷ്ഠിതാവസ്ഥ, അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ പ്രയോഗാവസ്ഥയെന്നും പറയാം. അപ്പൊ വ്യാകരണ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രക്രിയാവസ്ഥ എന്ന് പറയും. ശബ്ദത്തിന്റെ വ്യാകരണ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ പരിനിഷ്ഠിതാവസ്ഥ എന്ന് പറയും. അകാരത്തിനെ സംബന്ധിച്ച്, ഹ്രസ്വ അകാരത്തിനെ സംബന്ധിച്ച് 2 പ്രയത്നമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പരിനിഷ്ഠിതമായ അവസ്ഥയിൽ അതിന്റെ പ്രയത്നം വേറെ, പ്രക്രിയ അവസ്ഥയിൽ അതിന്റെ പ്രയത്നം വേറെ. അല്ലെങ്കിൽ പ്രയോഗത്തിൽ നമ്മൾ ശബ്ദം പ്രയോഗിക്കുമ്പോൾ അതിന്റെ പ്രയത്നം വേറെ, വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വൈയാകരണന്മാരാണ്, നമ്മളത് ചെയ്യുകയാണ്, അപ്പോൾ അതിന്റെ പ്രയത്നം വേറെ എന്നാണ്. അങ്ങനെ നമ്മൾ കണക്കാക്കണം. അതെങ്ങനെ ഉച്ചരിക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മളങ്ങനെ കരുതിക്കോണം. എന്നുപറഞ്ഞാൽ അകാരം, അതുകൂടെ പറഞ്ഞു, ഹ്രസ്വസ്യ അകാരസ്യ, ഹ്രസ്വത്തിന്റെ ഹ്രസ്വ അകാരം ഉച്ചരിക്കുമ്പോൾ അതിന്റെ എങ്ങനെ നമ്മൾ സാധാരണ പ്രയോഗിക്കുമ്പോൾ അതിന്റെ പ്രയത്നം സംവൃതമാണ്.
എന്ന് പറഞ്ഞാൽ സമൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപവർത്തനം. അവിടെ നാക്ക് ആ സ്ഥാനവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കും. പാണിനി ശിക്ഷയിൽ പറയും സംവൃത മാതൃകോ ജ്ഞേയ. വിവൃതസ്തു ദിമാത്രിക എന്ന് പറയും. ഈ പാണിനീയ ശിക്ഷയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഇവിടെ സ്വീകരിച്ചിട്ടില്ല. അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്കെല്ലാം ഭേദഗതികൾ വരുത്തി കുറച്ചുകൂടെ പരിഷ്കരിച്ചിട്ടാണ് ഈ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലത് പറയുന്നത് ഇപ്പൊ പ്രചരിച്ചിരിക്കുന്ന പാണിനി ശിക്ഷ അല്ല, പാണിനി ശിക്ഷ വേറെ ശിക്ഷയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോ അകാരം, ഹ്രസ്വ ആകാരം ഇവിടെ പറയുന്നത് സമൃദ്ധമായി ഉച്ചരിക്കണമെന്നാണ്. മലയാളി ഒരിക്കലും ഹ്രസ്വ ആകാരം സമൃദ്ധമായി ഉച്ചരിക്കാറില്ല. മലയാളിയുടെ കാര്യം വിശേഷിച്ചു. നമ്മൾ ആ എന്നേ പറയാറുള്ളൂ. വാ ഇങ്ങോട്ട് വലിച്ചു തുറന്നിട്ട് ആ എന്നാ പറയുന്നത്. കുട്ടിക്കാലത്തെ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെയാണ്. ആ ആ ഈ ഈ. നമ്മൾ സാധാരണ പഠിക്കുന്നത് മലയാളികളെ ഉദ്ദേശിച്ചിട്ടാണ്. ഞാൻ നമ്മളെന്ന് പറയുന്നത്, നമ്മളെന്ന് പറഞ്ഞ സ്വാമി മലയാളിയുടെ പക്ഷം ചേർന്നൊന്നും വിചാരിക്കരുത്. ഭാഷ വെച്ചുകൊണ്ട്, ഭാഷയനുസരിച്ചാണല്ലോ ഇവിടെ എല്ലാവരും വിഭജിച്ചിരിക്കുന്നു. മലയാളം സംസാരിക്കുന്ന ഒരാളെന്നുള്ള രീതി പറയുകയാണ്. ഇവിടെ മലയാളികളും തമിഴരും തെലുങ്കരും എല്ലാം ഉണ്ട്. എനിക്ക് മലയാള ഭാഷയാണ് പരിചയമുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. മറ്റുള്ള ഭാഷ എങ്ങനെയാണെന്ന് അവരവരും മനസ്സിലാക്കിക്കുന്നു. ആ എന്നുച്ചരിക്കുമ്പോൾ നമ്മൾ തുറന്ന ഉച്ചരിക്കുന്നു. അതതിന്റെ ശരിയായ ഉച്ചാരണമല്ലെന്നാണ്. ആ എന്ന് ഉച്ചരിക്കുക. ആ സമൃദ്ധമായിട്ട് ഉച്ചരിക്കാവും. സമീപവർത്തനം അവിടെ ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ നാക്ക് കൂടുതൽ അകലാൻ പാടില്ല, വായു വലിച്ചു തുറക്കാൻ പാടില്ല. നമ്മൾ ആ ഉച്ചരിക്കുമ്പോൾ തിന്നാൻ വാ തുറക്കും പോലെ തുറക്കും. ആ കുട്ടിക്കാലത്തെ ശീലിപ്പിച്ചു പോയി. പക്ഷെ ബംഗാളികൾ ഉച്ചരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ആ ഏറ്റവും സമൃദ്ധമായിട്ടാണ് അവർ ഉച്ചരിക്കുന്നത്. ഹിന്ദിക്കാർ ഉച്ചരിക്കുന്നതും മലയാളിയെ അപേക്ഷിച്ച് സമൃദ്ധമായിട്ടാണ് അവരുച്ചരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. മലയാളിക്ക് ഒരിക്കലും ഇതില്ല, അവർ വാ തുറന്ന ഉച്ചരിക്കുന്ന. മലയാളികൾക്ക് വലിയ അഭിമാനമാണ്, ഞങ്ങളുടെ ഉച്ചാരണം വളരെ ശരിയാണ്. പക്ഷെ അത് ഉച്ചാരണം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അഭിമാനം. അകാരം തന്നെ തെറ്റായിട്ട് നിയമം അനുസരിച്ച് തെറ്റായിട്ട് ഉച്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ചേർത്തുള്ള വാക്കുകൾ നമ്മൾ ഇവിടുന്ന് പോയി വടക്കേന്ത്യച്ച് എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മൾ വായി നോക്കിക്കുന്നത് എന്താ പറഞ്ഞത്. ഇത്രയും വലിയൊരു അവർ കണ്ടിട്ടില്ല. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അബദ്ധം നമ്മുടെ ഭാഗത്താണ്. ഇത്രയും വായി വലിച്ചു തുറക്കേണ്ട കാര്യമില്ല. പണി പറഞ്ഞു എന്താണ് സമൃദ്ധം മാതൃകോ ജ്ഞേയ. സമൃദ്ധം എന്ന് പറയുന്നതിൽ ഒരു മാത്ര എന്ന് പറഞ്ഞാൽ മാത്രയുടെ ഏറ്റവും കുറഞ്ഞ ഭാഗമേ വരാവൂ. എപ്പോ നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, ഇത് വ്യാകരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പരിനിഷ്ഠിതമായ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് മാതൃകമായിട്ട് ഉച്ചരിക്കാവൂ, ഏറ്റവും കുറഞ്ഞ മാത്രമേ. ഇനി പ്രക്രിയാദിശയിലാണെങ്കിലോ, അതായത് നമ്മൾ വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിനെ എങ്ങനെ ഉച്ചരിച്ചാലും ശരി അതിനെ വിവൃതമായി കണക്കാക്കിക്കോണം. എന്നാൽ എന്തുകൊണ്ട്? സവർണസജ്ഞയ്ക്ക് വേണ്ടിയിട്ട്. അത് സവർണം വിശദീകരിക്കാൻ നമുക്കത് മനസ്സിലാവും. അതിന്റെ സജ്ഞയെ വിവൃതമായിട്ട് തന്നെ എടുക്കണം. എന്ന് പറഞ്ഞാൽ വിവൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വ ആകാരത്തെയും ദീർഘ ആകാരത്തെയും എടുക്കണം, അല്ലെങ്കിൽ അവർണത്തെ എല്ലാത്തിനെയും എടുക്കണം. അപ്പം
ആ വിവൃതം എന്ന് പറയുന്ന സംജ്ഞ വ്യാകരണ കാര്യങ്ങൾക്ക് ആവശ്യമാണ്. സംവൃതം എന്ന് പറയുന്ന ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞു ഇവിടെ നമുക്കതിന്റെ ആവശ്യമില്ല. സംവൃതം ആ ഉച്ചാരണത്തിൽ എങ്ങനെ വേണമെന്ന് പറയുകയാണ്. അതും എപ്പോ പരിനിഷ്ഠിത ദിശയിൽ. ചോദിക്കും പ്രക്രിയാദിശയിൽ ഉച്ചാരണമില്ലേ? ഉണ്ട്. അവിടെ നിങ്ങൾ എങ്ങനെ ഉച്ചരിച്ചോ, പക്ഷെ അവിടെ സംജ്ഞ എന്ന് പറയുന്നത് വിവൃതമായിരിക്കണം. സമൃദ്ധമായി ഉച്ചരിച്ചാലും പേര് അങ്ങനെ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്? അവർണത്തില് ഒരു സംജ്ഞയുള്ളൂ വിവൃതം. സമൃദ്ധം എന്ന് പറയുന്ന ഒരു സംജ്ഞയില്ല. വ്യാകരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൃദ്ധം എന്ന് പറയുന്ന ആ സംജ്ഞയെ മറന്നു കളയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സൂത്രത്തെ വിശദമായി മനസ്സിലാക്കുന്നവർക്ക് എന്ത് കാര്യങ്ങളാണ്? ക തുടങ്ങി മാ വരെയുള്ള വർണ്ണങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയത്നത്തിന് സ്പൃഷ്ടം എന്ന് പേര്. അന്തസ്ഥങ്ങളായിരിക്കുന്ന യ, വ, ര, ല ഇത് ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സംഭവിക്കുന്ന പ്രയത്നത്തിന്റെ പേര് ഈഷത് സ്പൃഷ്ടം. സ്വരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സംഭവിക്കുന്ന പ്രയത്നത്തിന്റെ പേരാണ് വിവൃതം. ഊഷ്മാക്കൾ ശ, ഷ, സ, ഹ ഇത്രയും ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സംഭവിക്കുന്ന പ്രയത്നത്തിന്റെ പേരാണ് ഈഷത് വിവൃതം. ഈ 4 കാര്യങ്ങൾ. സമൃദ്ധത്തെ വിട്ടയ്ക്കുക, ഒരു ദോഷവും വരുന്നില്ല. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി തുല്യാസപ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രത്തെ വ്യാഖ്യാനിക്കാം. ഇതറിയാതെ ആ സൂത്രം വ്യാഖ്യാനിക്കാൻ സാക്ഷാത് പതഞ്ജലി വന്നാലും സാധിക്കില്ല, മനസ്സിലാക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പഠിച്ചത്. അല്ല മുമ്പിൽ എഴുതിയിരിക്കുന്നോ പിമ്പിൽ എഴുതിയിരിക്കുന്നോ എന്ന് നോക്കിയിട്ടില്ല. നമുക്ക് എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കണം. ആൾക്കാർ ചോദിക്കുമോ ഇത്രയും പറഞ്ഞാണോ എളുപ്പം? മനസ്സിലായി വരുമ്പോൾ ഇത് എളുപ്പമാണ്. എന്നുവെച്ചാൽ തുല്യാസി പ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വർണ്ണങ്ങളുടെ സ്ഥാനവും പ്രയത്നവും അറിഞ്ഞിരിക്കണം. പ്രയത്നം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ പ്രകൃഷ്ടമായ പ്രയത്നം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര പ്രയത്നം അറിഞ്ഞിരിക്കണം. അപ്പൊ ചിലർ പറയും ഈ പറഞ്ഞതൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല, അങ്ങനെയാണെങ്കിൽ ഈ സൂത്രം മനസ്സിലാകാതിരിക്കുമോ? ഇല്ല. ഈ സൂത്രം മനസ്സിലാക്കാനുള്ള എളുപ്പവിദ്യ ആദ്യം പറഞ്ഞുതരാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പലരും ഇരുന്ന് കണ്ണടക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നു ഇതൊക്കെ നിർത്തി വെച്ചിട്ട് വാവോ വാവോ എന്ന് പറയണമെന്ന്, താരാട്ട് പാടണമെന്നാ തോന്നുന്നു. അവർ കുറച്ച് സുഖമായിട്ട് ഉറങ്ങുമല്ലോ. കുഞ്ഞുങ്ങളല്ലേ, ഉറങ്ങിപ്പോകും. നാളെ ഇവിടെ കുറച്ച് സാധനം ഉണ്ടല്ലോ, നിബിൾ, അതുകൂടെ ഇവിടെ കൊണ്ടുപോയിക്കണം. ഉറങ്ങുന്നവരുടെ വായലോട്ട് ഇത് വെച്ചോടും. അവരതും പിടിച്ചിരുന്നങ്ങ് ഉറങ്ങും. ഇത് ഉണരാൻ വേണ്ടി പറഞ്ഞാണ്, ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചിലർക്ക് ഉറക്കം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. ഞാൻ മിണ്ടാറില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ആള് പറയണ്ട. അപ്പോൾ ഈ സൂത്രത്തിന്റെ സാരം പറയാം, അതാദ്യം പറയാം. അപ്പോൾ ആരും നിരാശപ്പെടേണ്ടി വരത്തില്ല. ഈ സ്ഥാനം പ്രയത്നമൊന്നും അറിയണ്ട, ഈ പറയുന്ന ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അതേ നമുക്ക് ആവശ്യവും വരത്തുള്ളൂ. മറ്റേതെന്താണ്? വൃത്തി. ഈ സൂത്രത്തെ സംബന്ധിച്ച് വൃത്തിയുണ്ട്, വിവരണമുണ്ട്.
താലവാദിസ്ഥാനം ആഭ്യന്തര പ്രയത്നിശ്ചിത്യേതദ്വയം യസ്യ ഏന തുല്യം തന്മിധ സവർണസജ്ഞം സ്യാത്. ഇതാണ് അതിന്റെ വൃത്തി. ബാക്കി വരുന്നതെല്ലാം വിവരണം. സൂത്രാർത്ഥപ്രധാനോ ഗ്രന്ഥഭാഗോ വൃത്തി എന്ന് പറയും. സൂത്രത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള ഗ്രന്ഥഭാഗം, അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. ഒരു ലൈനിലാണ്, ഒരു വാക്യത്തിൽ വൃത്തി തീർന്നു. ബാക്കിയെല്ലാം വിവരണങ്ങൾ. ആ വിവരണം എന്ന് പറയുന്നത് എന്തിന്റെ വിവരണം? പാണിനീയ ശിക്ഷയുടെ വിവരണം. വൃത്തിയിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള വ്യാകരണ പഠനമായി. സൂത്രം വൃത്തിയെല്ലാം അറിഞ്ഞ്. പിന്നെ അത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതിന്റെ സാരം മനസ്സിലാക്കാം. ഇതിന്റെ സാരം എന്താണ്? ആദ്യം മനസ്സിലിരിക്കുക. സ്വരങ്ങൾ എന്താണെന്നറിയാം. ഈ സ്വരങ്ങൾക്കെല്ലാം ജാതിയുണ്ട്. ഓരോ സ്വരത്തിനും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്ന് പറയുന്നവർ ഇതിന് ജാതിയുണ്ട്. ആയുടെ ജാതിയിൽപ്പെട്ടവരെയെല്ലാം അവർണം എന്ന് പറയും. ഈയുടെ ജാതിയിൽപ്പെട്ടവരെല്ലാം ഈ വർണ്ണം എന്ന് പറയും. പൂവിന്റെ ജാതിയിൽപ്പെട്ടവരെല്ലാം ഉവർണം എന്ന് പറയും. അപ്പൊ ഇതിന്റെ ജാതിയിൽപ്പെട്ട ഏതാണ്? ഈ സൂത്രം പറയുന്നത് ആയുടെ 18 ഭേദങ്ങളും അതിന്റെ ജാതിയാണ്. എന്നുവെച്ചാൽ ആയുടെ സവർണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 18 ഭേദങ്ങൾ. 18 ഭേദം നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഹ്രസ്വം, ദീർഘം, പുളുതം, ഉദാത്തം, അനദാത്ത, സ്വരിതം, അനനാസിക, എല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ 18 വരും നേരത്തെ പഠിച്ചു. അതുപോലെ ഈ സ്വരങ്ങൾക്ക്, ഓരോ സ്വരങ്ങൾക്കും എത്ര ഭേദമുണ്ടോ അതെല്ലാം അതിന്റെ ജാതിയാണ്. ഇതാണ് ഈ സൂത്രം പറയുന്നത്. അപ്പോൾ ഈ 18 ജാതി എങ്ങനെ ഓർത്തു വയ്ക്കും? അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ആകെ 2 ജാതി. അക്ഷരസമാമനായത്തിൽ പറയുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാം. ആ, ഈ, ഉ. ആ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതിന് ഒരു ജാതിയുണ്ട്. അതിന്റെ ജാതിയിൽ ഒരു വർണ്ണം കൂടെ ഉണ്ട്. എന്താണ്? ആ. ഈ എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതിന്റെ ജാതിയിൽ വേറെ വർണ്ണമുണ്ട്. ഈ. ഊ എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതിന്റെ ജാതിയിൽ ഒരു വർണ്ണം കൂടെ ഉണ്ട്. ഊ. റ് അതിന്റെ ജാതിയിൽ ഒന്നുകൂടെ ഉണ്ട്. റ് അതിന് ജാതിയില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ജാതിയില്ല. കാരണം അതിന് ദീർഘമില്ലല്ലോ. പിന്നെ പുളുതം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അവരടുത്ത് ഉപയോഗിക്കുന്നുമില്ല. എ, ഓ, ഐ, ഔ ദീർഘമാണ്. പിന്നെ അതിന്റെ ജാതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇല്ലാത്ത പോലെ നമുക്ക് കണക്കാക്കാം. സിദ്ധാന്തത്തിൽ പുളുതത്തിന്റെ ആവശ്യമൊന്നും അധികം വരുന്നില്ല. ഈ സൂത്രം പറയുന്നതിന് ഇത്രയും മനസ്സിലാക്കേണ്ടത്, സ്വരങ്ങൾക്ക് ആ എന്ന് പറഞ്ഞാൽ ഒരു ജാതി കൂടെ ഉണ്ട്. ആ. അങ്ങനെ അത് സ്വരങ്ങളുടെ കാര്യം. വ്യഞ്ജനങ്ങൾ വരുമ്പോഴോ വർഗങ്ങളെ എടുക്കുക. ആ, ജാതി ഉണ്ടെന്ന് പറയുന്നതിന് എന്താ പറയുന്നത്? സവർണം എന്ന് പറയും. സവർണം. ബ്രാഹ്മണൻ പറയുകയാണ്, ഇതാ ഈ ഇരിക്കുന്നവരെല്ലാം എന്റെ ജാതിയിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാം സവർണരാണ്. ക്ഷത്രിയൻ പറയുന്നു, ഈ ഇരിക്കുന്നവരെല്ലാം എന്റെ ജാതിയിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാം സവർണരാണ്, ഒരേ വർണ്ണത്തിൽപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിൽ. അത് അങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം പറയും, ഇതെല്ലാം എന്റെ വർണ്ണത്തിൽപ്പെട്ട. അതുപോലെ ആ പറയുന്നു, ആ എന്ന് പറയുന്ന ഒന്നുകൊണ്ട് ഞങ്ങൾ സവർണരാണ്. ഈ പറയുന്നു, ഈ ഒരു ദീർഘമുണ്ട്, ഞങ്ങൾ സവർണരാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുപോലെ കാ പറയും,
ഞങ്ങൾ കുറച്ച് പേര് സവർണരുണ്ട്. ആരൊക്കെയാണ്? ക, ഘ, ഗ, ഘ, ങ ഇത്രയും പേര് ഒരു ജാതിയിൽപ്പെട്ടവരാണ്. ചായും പറയും. ച, ഛ, ജ, ഝ, ഞ. ഇതാണ് ഈ സൂത്രം പറയുന്നത്. കായുടെ വർണ്ണത്തിൽപ്പെട്ടതാണ് തുടർന്ന് വരുന്ന ആ വർഗത്തിൽപ്പെട്ട എല്ലാ അക്ഷരങ്ങളും. ക, ഖ, ഗ, ഘ, ങ എന്ന് പറയുന്നു. ചായുടെ വർണ്ണങ്ങളോ അതുപോലെ തന്നെ ച, ഛ, ജ, ഝ, ഞ. ടായുടെ സവർണങ്ങളോ ട, ഠ, ഡ, ഠ, ണ. തായുടെ സവർണങ്ങളോ ത, ഥ, ദ, ഥ, ന. പായോ പ, ഫ, ബ, ഭ, മ. വ്യഞ്ജനങ്ങളിൽ ഇവരെല്ലാം സവർണങ്ങളാണ്, ഒരു ജാതിപ്പെട്ടവരാണ്. ഇതാണ് ഈ സൂത്രം പറയുന്നത്. ഇനിയും ചില അക്ഷരങ്ങളവിടെ ശേഷിക്കുന്നുണ്ട്. നമ്മൾ വർഗാക്ഷരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ, സ്വരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കുക, അക്ഷരസമാമനായം അവിടെ ശേഷിക്കുന്നത് അന്തസ്ഥങ്ങളും ഊഷ്മാക്കളും, എണ്ണും ശല്ലും എന്നും പറയാം. എണോ അന്തസ്ഥ, എണ്ണിനെയാണ് പറയുന്ന അന്തസ്ഥങ്ങൾ. ശല ഊഷ്മാണ, ശലിന ഊഷ്മാക്കളെന്ന് പറയുന്നു. ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കണം. ഇനി ഇവരെയൊക്കെ ഏത് ജാതിപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യം എണ്ണിനെ എടുക്കുക. എണ്ണിലേതൊക്കെ വരുന്നത്? യ, വ, ര, ല. യ, വ, ര, ല. 4 അക്ഷരം. അല്ല, രായ അങ്ങ് വിടുക. ബാക്കി വരുന്ന എന്താണ്? യ, വ, ര. അല്ല, ല. യ, വ, ല. രായ വിടണം. ഈ 3 പേർക്കും സവർണമുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ജാതിയിൽപ്പെട്ട വേറെ ആൾക്കാരും ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം ഭേദമുണ്ട്. യാ, വ, ലാക്ക് അനുനാസികങ്ങളെന്ന് പറയുന്ന രൂപമുണ്ട്. യായ നമുക്ക് അനുനാസികമായി ഉച്ചരിക്കാം, വായ അനുനാസികമായി ഉച്ചരിക്കാം, ലായ അനുനാസികമായി ഉച്ചരിക്കാം. അപ്പോൾ അതെല്ലാം ഈ രണ്ടുണ്ട്. യാ 2, വാ 2, ലാ 2. അക്ഷരസമാപനായത്തിൽ എണ്ണെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അനനുനാസികം എന്ന് വെച്ചാൽ അനുനാസികം ഇല്ലാത്തവയാണുള്ളത്. യാ, വാ, ല 3 അക്ഷരങ്ങൾ. അത് അനുനാസികമല്ല. പക്ഷെ അതിന്റെ സവർണങ്ങളായി അനുനാസികങ്ങളുമുണ്ട്. അതാണ് ഈ സൂത്രം പറയുന്നത്. അപ്പൊ എണ്ണിലെ യാവാലാക്ക് സവർണങ്ങളുണ്ട്. യാവാല. അപ്പൊ ഏതിനൊക്കെയുണ്ട് സവർണങ്ങൾ? അച്ഛന് സവർണമുണ്ട്, അതിന്റെ ദീർഘങ്ങളാണ്. അതേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. വേറെ ഉണ്ടെങ്കിലും ഒന്നും ചിന്തിക്കേണ്ട. പിന്നെ വർഗാക്ഷരങ്ങൾക്കുണ്ട്, അത് അതാത് വർഗത്തിൽപ്പെട്ടത്. പിന്നെ യാവാല. ഈ 3നുണ്ട് സവർണം. അതിന്റെ അനുനാസിക രൂപങ്ങൾ. അത് പക്ഷെ വേദത്തിലേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇനി ഏതൊക്കെയാ ശേഷിക്കുന്നത്? ഒന്ന് രേഫം, പിന്നെ ശല്ല്, ശരിയായ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശുദ്ധമായ മനസ്സുള്ളത് ഇവർക്കാണ്. എന്നുവെച്ചാൽ ഇവർക്ക് ജാതി ചിന്തയേ ഇല്ല. അതിനൊന്നും നമ്മൾ ഉണ്ടെങ്കിലും നമ്മളില്ലാന്ന് കണക്കാക്കി പോയേ ഇല്ലാത്തതുണ്ട്. പക്ഷെ രേഫ ഊഷ്മണാം സവർണ സന്ധി. രേഫത്തിനും ഊഷ്മാക്കൾക്ക് സവർണങ്ങളേ ഇല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. വളരെ കർശനമാണ് അവര്. രേഫത്തിന് സവർണം നമ്മൾ എവിടെയൊക്കെ പരതിയാലും കിട്ടത്തില്ല. ഊഷ്മാക്കളെന്ന് പറയുന്നത് എന്താണ്? ശല്യ ച, ഷ, സാഹ. ഒരു രക്ഷയില്ല, സവർണത്തെ കിട്ടത്തില്ല. എന്തുകൊണ്ട്? തുല്യാസ്യ പ്രയത്നം സവർണം. അത് പറയുന്നില്ല. പിന്നെ ഇതിലൊരു സവർണത്തെ കൂടെ വാർത്തികാരം പറയും. അത് നമ്മൾ മനസ്സിലാക്കും പിന്നീട്. ബാക്കി സൂത്രത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞാണ്.
ഇതാണ് ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് മുമ്പോട്ട് പഠിച്ചു എന്താണ് ആക്കൊരു സവർണമുണ്ട്, അത് ആയാണ്, ഈക്ക് സവർണം ഈ ആണ്, കാക്കൊരു സവർണമുണ്ട്, അതിന്റെ വർഗ്ഗങ്ങളാണ്, യാക്കൊരു സവർണമുണ്ട്, അതിനാണ് നാസികമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ റെഡി, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. സൂത്രവും അർത്ഥവും ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി നമുക്ക് സൂത്രത്തിലേക്ക് കിടക്കാം. കാരണം ഇതെല്ലാം ശരിയായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹവും അതിന് ശേഷിയുമുള്ളവർക്ക് വേണ്ടിയിട്ട് സൂത്രത്തെ വിശദീകരിക്കാം. തുല്യാസ്യ പ്രയത്നം സവർണം തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന ഇതി ഏതദ്വയം യസ്യ ഏന തുല്യം തത് മിഥഃ സവർണസപ്നം സ്യാത്. ഈ സൂത്രം എന്താണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് സവർണ സംജ്ഞയെ വിധിക്കുന്ന സൂത്രമാണ്. സവർണം എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിക്കുകയാണ്. അതാണ് ഈ സൂത്രം ചെയ്യുന്നത്. ആയുടെ 18 ഭേദങ്ങൾക്കും ഒരു പേര് കൊടുക്കുന്നത് സവർണം. ഈയുടെ 18 ഭേദങ്ങൾക്ക് സവർണം. അങ്ങനെ അസജ്ഞ വിധിക്കുകയാണ്. അതാണ് ഈ സൂത്രം ചെയ്യുന്നത്. തുല്യാസ്യ പ്രയത്നം ഒരു പദമാണ്, സവർണം വേറെ പദമാണ്. ആസ്യം ച പ്രയത്നം ചാസ്യ പ്രയത്നവും. അവിടെ ദ്വന്ദ്വ സമാസം ചെയ്യും. ആസ്യവും പ്രയത്നവും ആസ്യപ്രയത്നമാണ്. തുല്യവും ആസ്യപ്രയത്നവും യേഷാം വർണ്ണാനാം. ആസ്യവും പ്രയത്നവും തുല്യമായിരിക്കുന്നത് ഏത് വർണ്ണങ്ങൾക്കാണോ ആ വർണ്ണങ്ങൾക്ക് സവർണം എന്ന് സംജ്ഞ. ആസ്യം എന്ന് പറഞ്ഞാൽ വായെന്ന അർത്ഥം. ഇവിടെ എന്താണ് അർത്ഥം? ആസ്യേ ഭവം ആസ്യം. ഭവാർത്ഥത്തിൽ പ്രത്യേകം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവിടെ ആസ്യം എന്ന് പറയുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന ആസ്യ ശബ്ദമുണ്ട്. ശരീര അവയവാത് എന്ന് പറയുന്ന സൂത്രപ്രകാരം എത്ത് പ്രത്യേകം വന്ന് വ്യാകരണ കാര്യങ്ങളൊക്കെ സംഭവിച്ച് ആസ്യം എന്നിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം വായിലുള്ള സ്ഥാനങ്ങൾ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വായിലുള്ള സ്ഥാനമാണ്. ഇതിൽ മൂക്കിനെ എടുക്കരുത്, നാസിക എടുക്കാൻ പാടില്ല. ഇവിടെ സവർണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വായിലുള്ള സ്ഥാനങ്ങൾ മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് താൽവാദിസ്ഥാനം എന്ന് പറഞ്ഞത്. വാക്യത്തുള്ള സ്ഥാനമുള്ള താലു അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് പഠിച്ചാണ്. താലുവാദിസ്ഥാനങ്ങളും അതാണ് നമ്മൾ ആദ്യം അതെല്ലാം മനസ്സിലാക്കി. എന്താണ് ആ സ്ഥാനങ്ങൾ? അത് മനസ്സിലാക്കാതെ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. പിന്നെ പറയുന്നു പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണോ? ആഭ്യന്തര പ്രയത്ന. അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. ഏത് ആണ് ആഭ്യന്തര പ്രയത്നങ്ങൾ എന്ന് പറയുന്നത്? ഇത് രണ്ടും താൽവാദിസ്ഥാനവും ആഭ്യന്തര പ്രയത്നവും ഇത്തി ഏതദ്വയം. ഈ പറഞ്ഞ രണ്ടും, ഏത് താൽവാദിസ്ഥാനങ്ങളും ആഭ്യന്തര പ്രയത്നവും, ഇതി ഏതദ്വയം ഇവ രണ്ടും യസ്യ ഏന തുല്യം. ഏതൊരു വർണ്ണത്തിനോട് തുല്യമായിരിക്കുന്നുവോ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ആ എന്ന വർണ്ണത്തിന്റെ ആ എന്ന് പറയുന്ന വർണ്ണത്തിനോട് തുല്യമായിരിക്കുന്നു. അതുകൊണ്ട് അത് രണ്ടിനുകൊണ്ട് പേര് സവർണം. ഈ എന്ന വർണ്ണം യസ്യ, ഈ എന്ന് പറയുന്ന വർണ്ണത്തിനോട് ഏന തുല്യമായിരിക്കുന്നു. എന്ത്? സ്ഥാനവും പ്രയത്നവും ആണ്. യസ്യ ഏന, യസ്യ വർണ്ണസ്യ ഏന വർണ്ണേന തുല്യം. തത് മിഥഃ പരസ്പരം. തയോഹോ മിഥഃ അവയ്ക്ക് രണ്ടിനും
സവർണ സ്വപ്നം സ്യാത്, സവർണം എന്നുള്ള സ്വപ്നം വരും. ഇപ്പം നമുക്ക് സ്ഥാനവും പ്രയത്നവും അറിയാം. നമുക്ക് പരിശോധിച്ച് നോക്കാം. അകുഹ വിസർജനീയാനാം കണ്ഠഃ, ആയുടെ സ്ഥാനം നമുക്കറിയാം, കണ്ഠമാണ്. ഇനി ആ എന്ന് പറഞ്ഞാൽ 18 ഭേദമുണ്ട്. അതാദ്യമേ പഠിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ഹ്രസ്വം ദീർഘം ഉദാത്ത അനുദാത്ത സ്വരിത അനുനാസികം എല്ലാം പഠിച്ചത്. അപ്പൊ അകുഹ വിസർജനീയാന കണ്ഠ പറഞ്ഞു അവിടെ ആ എന്ന് പറയുന്ന അവർണമാണ്. 18 ഭേദമുണ്ട്. 18 പോട്ടെ, 16 പോട്ടെ, 2 എടുത്താൽ മതി, അതേ ആവശ്യമുണ്ട്. അപ്പോ ആ എന്ന് പറഞ്ഞാലും അവന്റെ സ്ഥാനം ഒന്ന് തന്നെ കണ്ഠം. പിന്നെ 2ന്റെ സ്ഥാനം ഒന്നാണല്ലോ. ഇനി ആഭ്യന്തര പ്രയത്നം നോക്കുക. വിവൃതം സ്വരാണ അചസ്വരാഹ, ഇതിന്റെ എല്ലാം പ്രയത്നം വിവൃതമാണ്. എല്ലാ സ്വരങ്ങളുടെയും, അത് ആ മാത്രമല്ല, സ്വരങ്ങളുടെ എല്ലാം പ്രയത്നം, ആഭ്യന്തര പ്രയത്നം വിവൃതമാണ്. എല്ലാ സ്വരങ്ങളുടെയും പ്രയത്നം വിവൃതമാണെങ്കിൽ പിന്നെ ആയുടെയും കാര്യം പറയാനില്ല. സ്വരങ്ങളുടെ എല്ലാം. അപ്പൊ ഏതൊരു സ്വരം കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഉടൻ മനസ്സിൽ കരുതണം ഇതിന്റെ പ്രയത്നം വിവൃതമാണ്. ഓരോന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഓരോ സ്വരത്തിന്റെയും സ്ഥാനത്തിന് മാറ്റം വരും, പക്ഷെ പ്രയത്നത്തിന് മാറ്റമില്ല, ആഭ്യന്തര പ്രയത്നത്തിന് മാറ്റമില്ല. അപ്പോൾ ആയുടെ സ്ഥാനത്തിന് മാറ്റമില്ല. ആക്കും എല്ലാം ഒരേ സ്ഥാനം തന്നെ. അപ്പോൾ ഹ്രസ്വമായ അകാരത്തിന്റെയും ദീർഘമായ ആകാരത്തിന്റെയും സ്ഥാനത്തിന് മാറ്റമില്ല, ഒന്ന് തന്നെ. കണ്ഠം, പ്രയത്നം ഒന്ന് തന്നെ. സൂത്രം എന്താ പറയുന്നത്? തുല്യ ആസ്യ പ്രയത്നം സവർണം. ആസ്യം എന്ന് പറഞ്ഞാൽ സ്ഥാനം, പ്രയത്നം. സ്ഥാനവും പ്രയത്നവും തുല്യമായി കഴിഞ്ഞാൽ, ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ, ഒന്നായിക്കഴിഞ്ഞാൽ അതിന് സവർണം എന്ന് പറയും. സവർണം എന്ന് വെച്ചാൽ അത് ഏത് വർണ്ണം? ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്നൊന്നും ചോദിക്കരുത്, അത് സവർണമാണ്. എന്നുവെച്ചാൽ ആ ഒരു വർണ്ണത്തിൽപ്പെടുന്നു. എന്തുകൊണ്ട്? ആയുടെയും സ്ഥാനവും ഒന്നാണ്, കണ്ഠമാണ്, പ്രയത്നം ഒന്നാണ്, വിവൃതമാണ്. ഓരോ വർണ്ണം എടുത്ത് പരിശോധിക്കുക. ഈയും എടുക്കുക. ഈ സ്ഥാനം താലു, ഈയുടെയും അതിന്റെയും സ്ഥാനം ഒന്ന് തന്നെ, താലുവാണ്. പ്രയത്നമോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വരങ്ങളുടെയും പ്രയത്നം വിവൃതമാണ്. അപ്പോൾ ഈക്കും സവർണം എന്നൊരു പേര്. പണിനി ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ 2 വർണ്ണത്തിനും കൂടെ ചേർത്ത് ഒരു പേര് കൊടുക്കുന്നു, സവർണം. അതിന്റെ ആവശ്യം വരും മുമ്പോട്ടില്ലപ്പോ. ഇനി ഊവിനെ എടുത്തു നോക്കുക. ഉപത്മാനിയാന ഓഷ്ഠവും. ഊവിന്റെ സ്ഥാനം ഓഷ്ഠമാണ്, അല്ലെങ്കിൽ ഓഷ്ടങ്ങളെന്ന് പറയും. ഊവായാലും ഓഷ്ടം തന്നെ. പ്രയത്നമോ നേരത്തെ പറഞ്ഞു, വിവൃതം സ്വരാണാം വിവൃതമാണ്. ഊവും തമ്മിൽ എന്തോന്നു? 2നും പാണിനി ഒരു പേര് കൊടുത്ത് സവർണം. നോക്കുക. അറുട്ടു രഷാന മൂർധ. ഋതിന്റെയും 2ന്റെയും സ്ഥാനം മൂർധാവാണ്. പ്രയത്നമോ വിവൃതം സ്വരാണാം വിവൃതമാണ്. 2നും പേരൊന്ന് സവർണം. അത് നമുക്ക് ഉപേക്ഷിക്കാൻ അതിന്റെ ആവശ്യമൊന്നും ഒരിടത്തും വരുന്നില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. ഓ ഐ ഔ അതിന്റെ ആവശ്യം വരുന്നില്ല. അതിനൊക്കെ ഉണ്ട്. ദീർഘമാണ്, അതിന്റെ സവർണമാണ് പ്ലുതമായ അങ്ങനെ എടുക്കാം.
അല്ലെങ്കിൽ അതിന്റെ 12 ഭേദങ്ങൾ അതൊക്കെ എടുക്കാം. ആവശ്യമില്ലാത്തകൂടെ ആവശ്യമുള്ളത് തന്നെ തലയിൽ കയറ്റി വയ്ക്കാൻ പ്രയാസം, പിന്നെ ആവശ്യമില്ലാത്തകൂടെ തന്നെ തലയിൽ കയറ്റി. പാണിനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ വാർത്തികകാരൻ വരരുചി പ്രത്യക്ഷപ്പെട്ടിട്ട് പാണിനിയുടെ ഭരണഘടനയിൽ ഒരു ഭേദഗതി നിർദ്ദേശിക്കുകയാണ്. താങ്കൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ ആ പറഞ്ഞതിലൊരു പോരായ്മയുണ്ട്. നിയമമൊക്കെ ശരി തന്നെയാണ്. നഹി സർവഃ സർവം ജാനാതി, എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. നഹി സർവഃ സർവം ജാനാതി അതൊരു സാമാന്യ നിയമമാണ്. ഞാൻ ചില കാര്യങ്ങൾ അറിവുള്ളവനാണെങ്കിൽ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ അറിവുള്ള ആളായിരിക്കും. എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റത്തില്ല. പാണിനിക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നു, പക്ഷേ ചില കാര്യങ്ങളിൽ വിശേഷിച്ചറിവ് വരരുചിക്കും ഉണ്ടായിരുന്നു. വാർത്തികകാരൻ എന്ന് പറയുന്നു, താങ്കൾ വിട്ടുപോയ ഒരു കാര്യം ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പറയാം ഇങ്ങനെയൊന്നുമല്ല സൂത്രം ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ സൂത്രം ഉണ്ടാക്കിക്കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പറയേണ്ടി വന്നു. എന്താണ് വർണ്ണയോർ മിഥ സാവർണ്യം മാച്യം. റും ഋവും അടുത്തടുത്ത് വന്ന ആ രണ്ടിനും സവർണസജ്ഞയുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞതനുസരിച്ച് അത് ഉണ്ടാകത്തില്ല. പക്ഷെ അതുണ്ട്, ഭാഷയിൽ അങ്ങനെ ഉണ്ട്. ഭാഷയും പ്രമാണമാണ്. അത് പിൽക്കാലത്താണ് ഭാഷ്യകാരൻ വന്നത്. മുനീനാം ഉത്തരോത്തരം പ്രാമാണ്യം എന്ന് പറയും. പാണിനി പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാമാണ്യമുണ്ട് വാർത്തികാരൻ, അതിനേക്കാൾ കൂടുതൽ പ്രാമാണ്യമുണ്ട് പതഞ്ജലിക്ക്. എന്നുവെച്ചാൽ പാണിനിയും വരരുചിയും പറഞ്ഞതിൽ എന്തെങ്കിലും ഏത് സ്വീകരിക്കുമെന്നൊരു സംശയം വന്നാൽ കണ്ണടച്ചുകൊണ്ട് വരരുചിയെ സ്വീകരിക്കാം. ഇവര് രണ്ടുപേരും പറഞ്ഞതിനപ്പുറം ഭാഷ്യത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഏത് സ്വീകരിക്കും? പ്രാമാണ്യം പതഞ്ജലിക്കാണ്. എന്തുകൊണ്ട്? ഭാഷ മാറിക്കൊണ്ടേയിരിക്കുന്നു. പാണിനിയുടെ കാലത്തുണ്ടായിരുന്ന ഭാഷയല്ല വരരുചിയുടെ കാലത്ത്. ആ ഭാഷയെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വാർത്തകം ഉണ്ടാക്കി. അതും മാറിപ്പോയി പതഞ്ജലിയുടെ കാലം വന്നപ്പോൾ. ഒരു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞു, ഭാഷ വീണ്ടും മാറി. അതിനനുസരിച്ച് ഭാഷയുണ്ടാക്കി. അത് കഴിഞ്ഞ് വീണ്ടും മാറി. നമ്മുടെ ഭാഗ്യത്തിന് അതങ്ങ് നിന്ന് കൂടുതലും മാറിയില്ല. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മൃതമായിപ്പോയി, വ്യവഹാരത്തിലില്ലാതെ വന്നു. അതുകൊണ്ട് തന്നെ പാണിനി പറഞ്ഞതും നിന്നും പിൽക്കാലത്ത് മാറി. പൂർണ്ണമായും മാറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. പാണിനി പറഞ്ഞതെന്നും മാറി, വരരുചി പറഞ്ഞതെന്നും മാറി, ഭാഷ്യകാരൻ പറഞ്ഞതെന്നും ഭാഷയ്ക്ക് ഒരുപാട് മാറ്റം വന്നു. പക്ഷെ അങ്ങനെ മാറി വന്നിട്ട് വീണ്ടും ഭാഷ അങ്ങ് നിന്നുപോയി. അതുകൊണ്ടാണ് സംസ്കൃതത്തെ മൃതഭാഷ എന്ന് പറയുന്നത്. വ്യവഹാരത്തിലില്ലാതെ പോയി എന്നർത്ഥം. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അന്ന് പാണിനിയോട് വരരുചി പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയല്ല. ഇന്ന് നമുക്ക് വരരുചിയോടും പറയാം താങ്കൾ പറഞ്ഞത് ശരിയല്ല, മാറിപ്പോയി. അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, എല്ലാം ശരിയല്ല. മാറിക്കൊണ്ടേയിരിക്കും ഭാഷ. പക്ഷെ ഭാഷ പ്രയോഗത്തിലില്ലാത്തതുകൊണ്ട് പിന്നെ ആ മാറ്റം മുമ്പോട്ട് പോയില്ല. അതിന്റെ വളർച്ച അവിടെ നിന്നുപോയി. അപ്പോ ഇവിടെ ഋന്റെയും സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. പ്രയത്നം ഒന്നു തന്നെ. ഋഡുരക്ഷാനാം മൂർധ, ഋതുലസ്ഥാനം ദന്ത. ഋന്റെ സ്ഥാനം മൂർധമാണ്, ഋന്റെ സ്ഥാനം ദന്തയാണ്. അത് രണ്ടും തമ്മിൽ സവർണസഞ്ജ വരത്തില്ല. പ്രയത്നം ഒന്നു തന്നെ. അതുകൊണ്ട് വാർത്തകാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ സവർണ സഞ്ജ ഇതിനുണ്ട്, താങ്കൾ അത് കണ്ടെന്നില്ലെന്നേ ഉള്ളൂ, കണ്ടെത്തിയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതെന്റെ വിധിയാണ്.
ഋവും സവർണങ്ങളാണ്. അതിന് സവർണസജ്ഞയുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന ആദ്യത്തെ വാർത്തികം. വാസ്തവത്തിൽ നമ്മൾ ഇതിനകം വളരെ വാർത്തികങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ വാർത്തികമെന്ന് പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഈ വിശദീകരണങ്ങളെല്ലാം ഒരുപാട് വാർത്തികങ്ങൾ കടന്നു വന്നിട്ടുണ്ട് വ്യാഖ്യാനങ്ങളിൽ. പക്ഷെ നേരിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഇവിടെയാണ് ഒരു വാർത്തികത്തെ. എന്താണ്? കല്ല് വർണ്ണയോർ മിഥ സാവർണ്യം മത്സ്യം.